എന്താ അന്വേഷണത്തിന് അവസാനിപ്പിക്കാറായില്ലേ? അതിനെല്ലാരും സഹകരിച്ചാലല്ലേ പെട്ടെന്ന് തീർക്കാൻ പറ്റൂ. അന്ന് സംശയിച്ച് പ്രഭയെ കൊണ്ടുപോയി. നിങ്ങൾക്ക് അറിയേണ്ടതൊക്കെ ചോദിച്ചറിഞ്ഞു. ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിടണം മാഡം. സാറ് പ്രതിയെത്താ ആ നിമിഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. മരുമകൾ ദേവിക ഇവിടെ. ദേവിക എവിടെയാണെന്ന് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതിന് കഴിവില്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തിനാ? ആരെ ഉപദ്രവിച്ചു? ആരുപദ്രവിച്ചു? ഉപദ്രവം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഫോൺ അതിങ്ങ് തന്നേക്കോ. ഞങ്ങൾ തിരിച്ചു പോയേക്കാം. ഏത് ഫോണിന്റെ കാര്യമാണ് മാഡം പറയുന്നത്? നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോണിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. മീരയുടെ ഫോൺ. അത് പോലീസിനെ ഏൽപ്പിക്കണം. മീരയുടെ ഫോൺ ഇവിടെ അല്ല, അത് മീരയുടെ വീട്ടിൽ പോയി അന്വേഷിക്കണം. ഇതല്ലായിരുന്നോ മീരയുടെ വീട്? അതുകൊണ്ടാണ് ഇവിടെ വന്നത്. പ്രൊഫസറെ, അഭിനയം വേണ്ട. ഫോൺ ഇവിടെയുണ്ട്. മര്യാദയ്ക്ക് ചോദിച്ചിട്ട് തന്നിട്ടില്ലെങ്കിൽ പിടിച്ചു മേടിക്കാൻ ഞങ്ങൾക്കറിയാം. മാഡം, സത്യം പറയുന്നേ, മീരയുടെ ഫോണിനെ കുറിച്ച് ഇവിടെ ആർക്കും അറിയില്ല. ഇവിടെ ആർക്കും അറിയില്ല എന്ന് മോക്ക് എങ്ങനെ അറിയാം? ഇവരുടെയൊക്കെ മനസ്സ് കയറി നീ നോക്കിയിട്ടുണ്ടോ? ഉണ്ടോന്ന്? അത് മാഡം, വിറയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ ഫോണിനെ കുറിച്ച് അറിയാം. കൊലപാതകിയെ കുറിച്ചും അറിയാം അല്ലേ? വാ. ഇനി മോള് തന്നെയാണോ കൊലപാതകം ചെയ്തത്? അനിയന്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി? ഏയ് മാഡം, എന്റെ മോളെ കുറിച്ച് വെറുതെ അനാവശ്യം സംസാരിക്കരുത്. എങ്കിൽ ആവശ്യമുള്ള കാര്യം സംസാരിക്കാം. എനിക്ക് മീരയുടെ ഫോൺ എടുത്തു തന്നോളൂ. അതിവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ശബ്ദമുയർത്തി പേടിപ്പിക്കല്ലേ സാർ. സാറിന്റെ നേതാക്കന്മാർ ഭരിക്കുന്ന കേരളത്തിലെ പോലീസാണ് ഞങ്ങള്. ഇങ്ങനെ പേടിപ്പിച്ച കേരള പോലീസ് അങ്ങ് പേടിക്കുവോ? ഷൈജ, നമുക്ക് ആ ഫോൺ കിട്ടിയേ പറ്റും. ഈ വീട് മുഴുവൻ സെർച്ച് ചെയ്തിട്ടായാലും ആ ഫോണും കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകൂ. സെർച്ച്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.